ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. വരുന്ന എക്സാമിന് തീർച്ചയായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ക്ലിയർ ആണോ? മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഇനി വരുന്ന എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഏതാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ, അറിയപ്പെടുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ക്ലിയർ ആണോ? ഈ പ്രതിമയുടെ ഉയരം 182 മീറ്റർ. ഫീറ്റ് പറയുകയാണെങ്കിൽ, അടിയിൽ പറയുകയാണെങ്കിൽ 597 അടി, 597 ഫീറ്റ്. ക്ലിയർ ആണോ? അടുത്ത് ബേസ് മുതൽ പറയുകയാണെങ്കിൽ ഇതിന്റെ ഉയരം ബേസും കൂടി ചേർത്ത് 240 മീറ്റർ. ക്ലിയർ ആണോ? ഇത് പ്രതിമയുടെ ഉയരം മാത്രം. ഇത് ബേസും കൂടി ചേർത്ത് ഉൾപ്പെടെ, ബേസ് ഉൾപ്പെടെ എത്രയാണ്? 240 മീറ്റർ. അത് ഫീറ്റിലാണെങ്കിൽ 790 ഫീറ്റ്. ക്ലിയർ ആണോ? ഓർത്തു വയ്ക്കുക. രൂപകൽപ്പന ചെയ്തത് അഥവാ ഡിസൈനർ രാം വി സുധർ. ആരാണ്? രാം വി സുധർ. ക്ലിയർ ആണോ? അടുത്ത ശില്പി ആരാണ്? ജോസഫ് വെന്ന. ക്ലിയർ. അടുത്ത പോയിന്റ്, നിർമ്മാണം ആരംഭിച്ച വർഷം 2013 ഒക്ടോബർ 31. നിർമ്മാണം ആരംഭിച്ചത് 2013 ഒക്ടോബർ 31. ഉദ്ഘാടനം ചെയ്തത് 2018 ഒക്ടോബർ 31. ക്ലിയർ ആണോ? ഓർത്തു വയ്ക്കുക. നിർമ്മാണം ആരംഭിച്ചത് 2013 ഒക്ടോബർ 31, ഉദ്ഘാടനം ചെയ്തത് 2018 ഒക്ടോബർ 31. ക്ലിയർ. അടുത്ത് ചെലവ് 2989 കോടി. 2989 കോടി രൂപയാണ് ചെലവ് വരുന്നത്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ ഡാമിന് എതിർവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഡാമിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമം കെവാദിയ ഗ്രാമം. കെവാദിയ ഗ്രാമം. ക്ലിയർ ആണോ? ഏത് ജില്ല എന്ന് ചോദിച്ചാൽ നർമ്മദ ജില്ല. സംസ്ഥാനം ഗുജറാത്ത്. ഓർത്തു വയ്ക്കുക, സംസ്ഥാനം ഗുജറാത്ത്. ക്ലിയർ ആണോ? അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രതിമ എന്ന് ചോദിച്ചാൽ സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ. ചൈനയിലെ സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധയാണ് രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ. അതിന്റെ ഉയരം 153 മീറ്റർ. ക്ലിയർ ആണോ? 153 മീറ്റർ. സൂര്യന് ഏറ്റവും അടുത്ത് എത്തുന്ന മനുഷ്യനിർമ്മിത വസ്തു എന്ന നേട്ടം കൈവരിച്ചത് ഏതാണ്? പാർക്കർ സോളാർ പ്രോബ്. ശ്രദ്ധിച്ചു പഠിക്കുക. പാർക്കർ സോളാർ പ്രോബ് നാസയുടെ പദ്ധതിയാണ്. സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള നാസയുടെ പദ്ധതിയാണ്. ഏതാണ്? പാർക്കർ സോളാർ പ്രോബ്. വിക്ഷേപിച്ച വർഷം എന്താണെന്ന് ചോദിച്ചാൽ 2018 ഓഗസ്റ്റ് 12. ഓർത്തു വയ്ക്കുക, 2018 ഓഗസ്റ്റ് 12. ക്ലിയർ ആണോ? അപ്പൊ ഇതിനു മുമ്പ് സൂര്യന്റെ അടുത്തെത്തിയ മനുഷ്യനിർമ്മിത വസ്തു എന്ന് പറഞ്ഞാൽ ജർമ്മൻ US സംയുക്ത സമരമായ ഹീലിയോസ് 2 ആയിരുന്നു ഇതിനു മുമ്പ്. എന്നാൽ ഏറ്റവും അടുത്തെത്തിയ മനുഷ്യനിർമ്മിത വസ്തു എന്ന നേട്ടം ഇപ്പൊ നിലവിൽ ആർക്കാണ്? പാർക്കർ സോളാർ പ്രോബ്. ഓർത്തു വയ്ക്കുക. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, അടുത്തിടെ അന്തരിച്ച മുൻ ഡൽഹി മുഖ്യമന്ത്രിയും രാജസ്ഥാനിലെ ഗവർണറും ആയിരുന്ന വ്യക്തി ആരാണ്? മദൻലാൽ ഖുറാന. മദൻലാൽ ഖുറാന. ക്ലിയർ ആണോ? 1993-96 ഡൽഹി CM ആയിരുന്നു. ആരാണ്? മദൻലാൽ ഖുറാന. ക്ലിയർ ആണോ? ഡൽഹിയുടെ 3ാമത്തെ CM ആയിരുന്നു അദ്ദേഹം, മദൻലാൽ ഖുറാന. എന്നാൽ രാജസ്ഥാനിലെ ഗവർണർ ആയിരുന്ന വർഷം 2004. ക്ലിയർ. അടുത്ത പോയിന്റ് പോവാം. 2018 വേൾഡ് ബില്ലിയാർഡ്സ് ചാമ്പ്യൻസ് ടൈറ്റിൽ നേടിയ ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചാൽ സൗരവ് കോത്താരി. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് എന്താണ്? ഐമനം ദയാ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ NN പിള്ള സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇന്ദ്രൻസ്. ക്ലിയർ ആണോ? സമ്മാനത്തുക 25,000 രൂപ. 25,000 രൂപ. പരബ്രഹ്മ ചൈതന്യ പുരസ്കാരം ലഭിച്ചതും ആർക്കെന്ന് ചോദിച്ചാൽ ഇന്ദ്രൻസ് ആണ്. സമ്മാനത്തുക 25,000 രൂപ. ക്ലിയർ. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏത് IIT ആണ് തദ്ദേശീയമായി മൈക്രോ പ്രോസസർ നിർമ്മിച്ചത്? ഏതാണ്? IIT മദ്രാസ്. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, അയർലൻഡിന്റെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മൈക്കൽ ഡി ഹിഗിൻസ്. ക്ലിയർ ആണോ? അയർലൻഡിന്റെ തലസ്ഥാനം ഡബ്ലിൻ. നാണയം ഏതാണ്? യൂറോ. ക്ലിയർ ആണോ? Under 21 ബെൽജിയം ഓപ്പൺ ടേബിൾ ടെന്നീസ് മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചാൽ ഐകിക മുഖർജി. ക്ലിയർ ആണോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും കാണാം. ഗുഡ് ബൈ.